പ്ലസ് ടു കഴിയുന്ന സ്റ്റുഡൻസിന് അധികം ആരും പറഞ്ഞു തരാത്തൊരു കോഴ്സാണ് പൈലറ്റ് ട്രെയിനിങ് കോഴ്സ്. പല സ്റ്റുഡൻസിനും അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാത്തത്. ഇന്ന് നമ്മൾ പൈലറ്റ് ട്രെയിനിങ് കോഴ്സിൻ്റെ A to Z നമ്മൾ ക്ലിയർ കട്ടായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിൽ കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു തരും. ഇപ്പോൾ പൈലറ്റ് ആവാൻ ഉദ്ദേശിക്കുന്ന ആ ട്രെയിനിങ്ങിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സിന് ചേരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് എടുക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ആണ്. മെഡിക്കലി ഫിറ്റ് ആയ ഒരാൾക്ക് മാത്രമേ അതിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ രണ്ട് ടൈപ്പ് മെഡിക്കലാണുള്ളത്. ഒന്ന് നമ്മൾ സ്റ്റാർട്ടിങ് കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു മെഡിക്കൽ എടുക്കണം. രണ്ടാമത്തേതായിട്ട് എടുക്കേണ്ട മെഡിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ ലൈസൻസ് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് രണ്ടാമത്തെ മെഡിക്കൽ എടുക്കുന്നത്. പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ലാസ് 2 മെഡിക്കലാണ്. നമുക്ക് എറണാകുളത്തുനിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നൊക്കെ നമുക്ക് DJC അപ്രൂവ്ഡ് ആയിട്ട് ഹെൽത്ത് സെന്ററിൽ പോയിട്ട് നമുക്ക് ക്ലാസ് 2 മെഡിക്കൽ ഫിറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അത് ഫിറ്റ് ആണെങ്കിലാണ് അടുത്ത സെക്ഷൻ വരുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. DJC സൈറ്റിൽ നമ്മൾ ഗവൺമെൻറ് സൈറ്റിൽ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. പരീക്ഷ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് ഈ ഒരു പൈലറ്റ് ആവാനുള്ള ട്രെയിനിങ്ങിന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ആപ്ലിക്കേഷൻ ഈ മെഡിക്കലി ഫിറ്റ് ആയ ആളുകൾക്ക് മാത്രമേ ആ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരുന്നത് ഓൺലൈനിൽ ഓൾറെഡി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പോയിട്ട് നമുക്ക് തിയറി, അതായത് ഏകദേശം 5-6 സബ്ജക്റ്റുകളുണ്ട്. അതിൽ DJC അപ്രൂവ്ഡ് ആയിട്ടുള്ള 5 സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഒരു സബ്ജക്റ്റുമാണ് നമ്മൾ പാസ്സാവേണ്ടത്. ആദ്യം തന്നെ നമ്മൾ തിയറിയാണ് പാസ്സാവേണ്ടത്. അപ്പോൾ DJCയുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള 5 പേപ്പേഴ്സ് നമ്മൾ ആദ്യം പാസ്സാവേണ്ടതുണ്ട്. ഏകദേശം ഒരു ഔട്ട് ഓഫ് 100ൽ 70 മാർക്ക് ഉണ്ടെങ്കിലാണ് നമ്മളത് പാസ്സാവുക. 5 പേപ്പേഴ്സും നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് പിന്നെ വരുന്നത് WBC, അതായത് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ്. ആ ഒരു പേപ്പർ, 6ാമത്തെ ഈ ഒരു പേപ്പർ കൂടി നമ്മൾ പാസ്സാവേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ പൈലറ്റ് ട്രെയിനിങ് കോഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തിയറി പോർഷൻ. പല ആളുകളും അതിലാണ് ചെറുതായിട്ടൊന്ന് ഫെയിൽ ആവുന്നത്. അതിന് കുറച്ച് ടഫായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുക. കുറേ ആളുകൾ ചിലപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ആവലുണ്ട്. കുറേ ആളുകൾ ചിലപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അറ്റംപ്റ്റ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആവുക. അതിനുശേഷം നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്ത് ഏകദേശം ക്വാർട്ടർലി നമുക്ക് എക്സാം 3 മാസം കൂടുമ്പോൾ നമുക്ക് ഈ ഒരു എക്സാം വരുന്നുണ്ട്. ആ 3 മാസത്തിൽ നമുക്ക് ഈ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ഒരുപാട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് ടൈം അലോട്ട്മെന്റ് വേണമെങ്കിൽ, അതായത് മന്ത്ലിയൊക്കെ നമുക്ക് വിചാരിച്ച സമയത്ത് നമുക്ക് ടൈം അലോട്ട്മെന്റ് വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത്, അതായത് ഡബിൾ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഒരു സബ്ജക്റ്റിന് 2500 ആ ഒരു റേഞ്ചിലാണ് ഫീസ് വരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഡബിൾ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മന്ത്ലി നമുക്ക് എഴുതാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ക്വാർട്ടർലി നമുക്ക് അതിനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ലോണം പ്രിപ്പയർഡ് ആയിക്കൊണ്ട് 3 മാസത്തിലുള്ള ക്വാർട്ടർലി എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഈ ഒരു 6 സബ്ജക്റ്റ് കൂടി ക്ലിയർ ആയി കഴിഞ്ഞാൽ ആണ് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകേണ്ടത്. അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രൗണ്ട് ട്രെയിനിങ് സെക്ഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഗ്രൗണ്ട് ട്രെയിനിങ് സെക്ഷൻ ഏകദേശം നമുക്ക് കൊമേഴ്ഷ്യൽ ലൈസൻസ് കിട്ടാനായിട്ട് 200 hours ആണ് ഫ്ലൈയിങ് വേണ്ടത്. അതിൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മളെ മൈസൂരായിട്ടും കർണാടകയിലും ആന്ധ്രയിലും ഹൈദരാബാദിലൊക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഈ ഫ്ലൈയിങ് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും പേപ്പേഴ്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്യാം. ഇനി നേരിട്ട് ഇത് രണ്ടുകൂടി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലും നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 200 hours ആണ് നോർമലി കൊമേഴ്ഷ്യൽ ലൈസൻസ് കിട്ടാൻ വേണ്ടി ചെയ്തത്. ആദ്യത്തെ 40 hours ഫ്ലൈയിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ലൈസൻസ് കിട്ടുന്നതായിരിക്കും. ഈ പ്രൈവറ്റ് ലൈസൻസിനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ക്ലാസ് 2 മെഡിക്കൽ ഫിറ്റ്നസ് വെച്ചിട്ട് നമുക്ക് പ്രൈവറ്റ് ലൈസൻസ് വരെ കിട്ടും. ഇനി 40 hours കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത ഘട്ടം നമുക്ക് പിന്നെ ഒരു 100 hours മേലേക്കൊക്കെ നമ്മൾ ഫ്ലൈങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് 1 മെഡിക്കൽ എടുക്കേണ്ടതുണ്ട്. അതായത് കൊമേഴ്ഷ്യൽ ലൈസൻസ്, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് അല്ലെങ്കിൽ CPL എന്ന് പറയും, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. അത് എടുക്കണമെങ്കിൽ നമുക്ക് ക്ലാസ് 1 മെഡിക്കൽ ഫിറ്റ് ആയിരിക്കണം. അത് നമ്മൾ ജോയിൻ ചെയ്ത് ഈ ഒരു 100 hours ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്താൽ മതിയാവും. അങ്ങനെ അത് എടുത്തു കഴിഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ആവുന്നത് ഏകദേശം ഒരു 180 hours ഒക്കെ നമ്മൾ ഫ്ലൈങ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ ഫ്ലൈയിങ് വലിയൊരു റിസ്ക് ഉള്ള കാര്യമല്ല. നമുക്ക് മെയിനായിട്ട് തിയറിറ്റിക്കൽ പോർഷനാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫ്ലൈയിങ് ഒരു 180 hours കഴിഞ്ഞാൽ ഒരു എക്സാം കൂടി നമ്മൾ പാസ്സാകേണ്ടത് ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ്.
ELP എന്നൊരു നമ്മളെ പുറത്തേക്ക് പോകുന്ന ആളുകൾ IELTS പോലത്തെ കോഴ്സ് ലാംഗ്വേജ് കോഴ്സ് പാസ്സാവുന്നത് തന്നെ ELP ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ആണ്. അത് പാസ്സാവേണ്ടതുണ്ട്. അത് വലിയ ടഫായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകൾക്കൊക്കെ ഇത് പാസ്സാവാൻ പറ്റുന്നേ ഉള്ളൂ. ഹൈദരാബാദിൽ അതിന് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട്. 10 days ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് പാസ്സാവാൻ പറ്റുന്നതാണ്. ഓൺലൈനായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെയും ചെയ്യാം. അത് പാസ്സായി കഴിഞ്ഞാൽ മിനിമം 4 മാർക്സ് ആണ് അതിന് വേണ്ടി. 4, 5, 6 4 മാർക്സ് ആണ് നമുക്ക് മിനിമം വേണ്ടി. അതുണ്ടെങ്കിൽ നമ്മൾ പാസ്സായി കിട്ടും. 180 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതും പാസ്സായിരിക്കണം. ഇതും അതുപോലെ തന്നെ ക്ലാസ് 1 മെഡിക്കലോട് ഫിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൊമേഴ്ഷ്യൽ ലൈസൻസ് കിട്ടുന്നതാണ്. 40 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ലൈസൻസ് കിട്ടുന്നതാണ്. ഇത്രയും വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമുക്കൊരു പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് പൈലറ്റ് ആവാൻ സാധിക്കുന്നതാണ്. ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ അത്യാവശ്യം ധൈര്യമുള്ള സ്റ്റുഡൻസിനൊക്കെ ആകുമ്പോൾ ഈസി ആയിട്ട് തന്നെ നല്ലൊരു കോഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിന് പല ഇൻസ്റ്റിറ്റ്യൂട്ടും പല രീതിയിലുള്ള ഫീസ് സ്ട്രക്ചറൊക്കെയാണ് വരുന്നത്. ഓരോ ഫെസിലിറ്റി അനുസരിച്ചിട്ട് ഏകദേശം അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു മെഡിക്കൽ കോഴ്സ് പഠിക്കുന്ന ആ ഒരു എമൗണ്ട്, അതായത് MBBS പോലത്തെ ഒരു കോഴ്സ് പഠിക്കുന്ന ആ ഒരു എമൗണ്ട് വരുന്നില്ല നമുക്കൊരു പൈലറ്റ് കോഴ്സ് പഠിക്കാൻ. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 20, 25, 30, 35, 40 ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റേഞ്ച് അനുസരിച്ച് ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പൈലറ്റ് ട്രെയിനിങ് കോഴ്സിനെ കുറിച്ച് ഇനി അതായത് എങ്ങനെയാണ് ഇത് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതായത് നമ്മളെ മെഡിക്കൽ സെൻറ്ററുകളെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കോഴ്സ് വലിയ എന്തോ ടഫായിട്ടുള്ള എന്തോ സംഭവമാണ്, നമ്മുടെ നാട്ടിലൊന്നും അവൈലബിൾ അല്ല എന്നുള്ള തെറ്റായ ധാരണകൾ കൊണ്ട് പല ആളുകളും ആഗ്രഹം വെച്ചിട്ട് കൊണ്ട് ഇത് ഒഴിവാക്കി പോകുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അവയർനെസ് വീഡിയോ ചെയ്തിരിക്കുന്നത്. താങ്ക് യു.